സോ ഗൈസ്, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് വെച്ച് മാത്രം ഏതൊരു ഡിവൈസിൽ നിന്നും ഏതൊരു ഡിവൈസിലേക്കും ഏത് ഫയലാണെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക്. അപ്പോൾ ഞാനിവിടെ ലാപ്പിൽ നിന്ന് ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, എക്സാമ്പിളായിട്ട് കൂട്ടാം. സ്ക്രീനിൽ കാണുന്ന പോലെ ടോഫി ഷെയർന്ന് എന്താക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ എന്താക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഡിവൈസാണോ ആ ഡിവൈസിലത്തെ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഫയൽസ്, അതിൽ നിന്ന് എന്താക്കുക, നമുക്ക് ഏത് ഫയലാണ് സെൻഡ് ആക്കാനുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫയൽ സെലക്ട് ചെയ്യുക. എത്രയാണ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ. അവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരു QR കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഈ ഒരു QR കോഡാണ് ഏത് ഡിവൈസിലേക്കും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡ്. ഇത് ഏത് ഡിവൈസിൽ നിന്ന് സ്കാൻ ചെയ്യുന്നോ ആ ഡിവൈസിലേക്ക് നമ്മളെ ലാപ്പിൽ നിന്ന് അയച്ച ആ ഒരു ഫയൽ എത്തും. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ ഫോണും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്കാനർ ഫോണിൽ ഓപ്പൺ ചെയ്ത് ആ QR കോഡ് സ്കാൻ ചെയ്യുക. ചില ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സ്കാനർ ഉണ്ടാകും. താഴെ ഒരു ഓപ്പൺ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്രോമിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി ഇവിടുന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി സെയിം മെത്തേഡ് തന്നെയാണ് ഫോണിൽ നിന്ന് ലാപ്പിലോട്ട് അല്ലെങ്കിൽ വേറൊരു ഡിവൈസിലോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഒന്ന് മേലെ നടിക്ക് വലിച്ചു കഴിഞ്ഞാൽ ബ്രൗസർ റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു നോർമൽ വെബ്സൈറ്റ് നമ്മളെന്താ ഓപ്പണിങ്ങിൽ കാണുന്ന പോലെ തന്നെ അവിടെ പ്ലസ് ബട്ടൺ വരും, ലാപ്പിൽ കണ്ട പോലെ. അവിടെ നിന്ന് എന്താക്കുക, ഫയൽസ് സെലക്ട് ചെയ്തിട്ട് ലാപ്പിൽ കണ്ട പോലെ QR കോഡല്ല ഇവിടെ ഉണ്ടാവുക. 2 ഓപ്ഷൻ ചോദിക്കും. അതിൽ ഷെയർ ടു നിയർ ബൈ PC എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് കാണിക്കുന്നതിന് പകരം ഒരു സ്കാനർ ഓപ്പൺ ആയി വരും. ആ സ്കാനർ വഴി ലാപ്പിലത്തെ സ്ക്രീനും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. അതായത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് ഒരു നിയർ ബൈ ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു QR കോഡ് വരും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലത്തെ ഫയൽസ് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത ഫയൽ നമുക്ക് ലാപ്പിലോട്ട് ട്രാൻസ്ഫർ ആയി കിട്ടും. ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് ടോഫി ഷെയർ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. ഇതിൻ്റെ ഏകദേശം സിമിലർ ആയൊരു വെബ്സൈറ്റ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. സ്ക്രീനിൽ കാണുന്ന പോലെ ലോക്കൽ സെൻഡ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇത് പലർക്കും അറിയാൻ പറ്റും, പക്ഷേ ഞാനൊന്നുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ടോഫി ഷെയർ തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.